ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ലുകളെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഈ വീഡിയോ പല്ലിന് കമ്പിയിട്ട കൂട്ടുകാരുടെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ ബോൺ ലോസിനെ കുറിച്ചാണ്. ഇതിന് പ്രധാനമായി 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി, കമ്പിയിട്ട കൂട്ടുകാരോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശരിയായ രീതിയിൽ പല്ല് വൃത്തിയാക്കിയില്ലെങ്കിൽ അഴുക്കടിഞ്ഞുകൂടി ഇത് കാരണം നിങ്ങൾക്ക് മോണരോഗങ്ങൾ സംഭവിക്കുന്നതാവാം. രണ്ടാമതായി, ഓൾറെഡി പല്ലിന് കമ്പിയിടുന്നതിന് മുമ്പേ മോണരോഗമുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ സംഭവിക്കാവുന്നതാണ്. മൂന്നാമതായി, ഒരുപാട് നാൾ കമ്പിയിട്ടുകൊണ്ടിരിക്കുക, കറക്റ്റായി ഡോക്ടറിൻ്റെ അടുത്ത് പോവാതെ വയറ് മാറ്റാതിരിക്കുക, ഇങ്ങനെ ഡോക്ടർ മോണിറ്റർ ചെയ്യാണ്ട് സ്ഥിരമായിട്ട് കമ്പിയിടുന്ന ആളുകൾക്കും ബോൺ ലോസ് ഉണ്ടാവാം. നാലാമത്തതായി, ഒരുപാട് ഫോഴ്സ് പല്ലിന് ഒറ്റയടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ല് തേയ്മാനം ഉണ്ടാവാം. അതായത് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് കമ്പി പെട്ടെന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവിടെ എല്ല് പുതിയതായി രൂപപ്പെടാനുള്ള ഒരു സമയം ലഭിക്കാതാവുകയും തന്മൂലം തന്നെ അവിടെ ഒരു എല്ല് തേയ്മാനം ഉണ്ടാവാം. ഇനി ഈ എല്ല് തേയ്മാനം തടയാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും എന്ന് നോക്കിയാലോ. ഒന്നാമതായി, ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് മിസ് ചെയ്യാതെ ഡോക്ടർ പറയുമ്പോൾ റെഗുലർ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ വീട്ടിൽ നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് ഫ്ലോസ് ചെയ്ത് വായ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. മൗത്ത് വാഷ് ഉപയോഗിക്കുക ഇടയ്ക്കെല്ലാം. നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം കറക്റ്റായി ഫോളോ ചെയ്യൂ. ഇനി നിങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, മോണരോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഡെൻറ്റിസ്റ്റുമായിട്ട് തീരുമാനിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം പല്ലിന് കമ്പിയിടുകയായിരിക്കും നല്ലത്. ഇനി പല്ലിന് കമ്പിയിട്ട കൂട്ടുകാരെ പല്ലിന് ഇളക്കമുള്ളത് എല്ല് തേയ്മാനം കാരണം തന്നെയാണ്. എന്നാൽ ഇത് പല്ല് നീക്കാൻ വേണ്ടിയിട്ടുള്ള എല്ല് തേയ്മാനമാണ്. പല്ലിൻ്റെ ഒരു ഭാഗത്ത് എല്ല് തേയ്മാനവും മറുഭാഗത്ത് പുനർനിർമ്മാണവും നടക്കുമ്പോഴാണല്ലോ നമ്മുടെ പല്ലുകൾ നീങ്ങുന്നത്. എന്നാൽ കമ്പി ഊരിയിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ ഇതുപോലെ ഉണ്ടെങ്കിലും പിന്നീടും അത് മാറുന്നില്ലെങ്കിൽ ബോൺ ലോസ് ആവാൻ സാധ്യതയുണ്ട്. അതൊരു എക്സ്റേയുടെ സഹായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.